സോ ബേസിക്കലി നമ്മളിന്ന് എങ്ങനെ MongoDB ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാനാണ് പോകുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം ആദ്യം MongoDB എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻസ്, ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബേസിക്കലി നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത്, ആദ്യം നമ്മൾ MongoDBയുടെ വെബ്സൈറ്റിൽ പോവുക. അപ്പോൾ ജസ്റ്റ് MongoDBയുടെ ഇതാണ് mongodb.com ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. സോ അവിടെ പോവുക ആൻഡ് സൈൻ അപ്പ് ചെയ്യേണ്ടത് കമ്പൽസറി ആണെന്ന് തോന്നുന്നു. നോക്കാം. ഓക്കെ, MongoDB പോവുക, MongoDBയെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈൻ അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാതെ. അപ്പോൾ അത് നമ്മൾ പ്രോഡക്ട്സിൽ പോവുക. പ്രോഡക്ട്സിൽ പോയിട്ട് MongoDBയുടെ കമ്മ്യൂണിറ്റി സെർവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം MongoDBയുടെ കമ്മ്യൂണിറ്റി സെർവർ ഉണ്ട്. ഇപ്പം കിടക്കുന്ന വേർഷൻ എന്ന് പറയുന്നത് 5.06 ആണ്. ഇപ്പോൾ കറണ്ട് വേർഷൻ തന്നെ കൊടുക്കുക. വിൻഡോസ് ആണ് വേണ്ടത്. ഈ MSI തന്നെ സെലക്ട് ചെയ്യണം. നമ്മൾ സിപ്പ് അല്ല, MSI തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഐ തിങ്ക് ഓൾമോസ്റ്റ് 285 MB എന്തോ ഉണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ആവും. ഡൗൺലോഡായി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്, അതിനെ ഇൻസ്റ്റാൾ ചെയ്യുക. നോർമൽ പ്രോസസ്സ് പോലെ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റലേഷൻ ഒന്നും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് പോവാം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് പാക്കേജ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പഴയതുപോലെ തന്നെ പ്രോസസ്സ്. അത്ര ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഐ തിങ്ക് കുറച്ച് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവും ഇത്. ഓക്കെ, അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ്റെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. അപ്പം വീണ്ടും അടുത്ത പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യുന്നു, ബാക്കപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യാം. ഇപ്പം നമുക്ക് അറിയത്തില്ല MongoDB ഇൻസ്റ്റാൾഡ് ആണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ മൈ കമ്പ്യൂട്ടറിൽ പോവുക, എന്നിട്ട് നമ്മൾ സിയിൽ പോവുക. ഓക്കെ, സിയിൽ പോയിട്ട് പ്രോഗ്രാം ഫയൽസിൻ്റെ അകത്ത് MongoDB കിടപ്പുണ്ട്. അപ്പം ഇത് നമ്മുടെ MongoDB സെർവർ. അപ്പം 5.0. അപ്പം വേണ്ട കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ബിന്നിൻ്റെ അകത്തായിരിക്കും ബാക്കി ഫയൽസ്, ഡേറ്റയ്ക്കകത്ത് എന്തുവാ പറയുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പം നമുക്ക് MongoDBയുടെ ഈ ഒരു ഫയലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ പ്രോഗ്രാം ഫയൽസ് ഈ ഒരു ഫയലാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ CMD ചെല്ലുക, നമുക്ക് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫയലിൻ്റെ പാത്ത് ഉണ്ട്, ഈ ഒരു പാത്ത് നമ്മളിതേ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഈ ഒരു പാത്ത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ mongodb.exe. ഇത് MongoD എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഫയലാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫയൽ. ഓക്കെ, ഈ ഒരു ഫയല് അതുകൊണ്ടാണ് നമ്മൾ .exe കൊടുത്തത്. ഇത് ഡയറക്റ്റ് ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഷെല്ലിലേക്ക് പോകും. ബട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ വേർഷൻ ഒന്ന് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. MySQL -version ഒക്കെ നോക്കുന്ന പോലെ കണ്ടോ, ഇത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. വേർഷൻ 5.0.6 ആണ്, അതിൻ്റെ ഗിറ്റ് വേർഷൻ ഇതാണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കണം. ഓക്കെ, നമ്മൾ കണ്ടു, MongoDBയുടെ വേർഷൻ കണ്ടു. അപ്പോൾ ബാക്കി ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നേരത്തെ ടൈപ്പ് ചെയ്ത ഇതേ കാര്യം തന്നെ, ഇതേ പാത്ത് തന്നെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ mongo.exe എന്നാക്കുക. MongoDക്ക് പകരം mongo.exe എന്നാക്കുക. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പം നമ്മൾ നമ്മുടെ MongoDBയുടെ ഷെല്ലിൻ്റെ അകത്തോട്ട് കയറും. അപ്പം ഈ ഒരു പ്രോസസ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പറായിട്ട് MongoDB ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷോ DBS എന്ന് കൊടുത്താൽ നമുക്കുള്ള എന്തെല്ലാം ഡേറ്റാബേസ് ഉണ്ടോ അതിൻ്റെ എല്ലാ നെയിമും അതിൻ്റെ സൈസും നമുക്കിവിടെ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഈ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ MongoDB പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം.